ഹായ്, എൻ്റെ പേര് ആകാശ് കരുൺ. കഴിഞ്ഞ ദിവസം കേരള PSC പബ്ലിഷ് ചെയ്ത സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ എക്സാമിന് ഫസ്റ്റ് റാങ്ക് ലഭിച്ച ഉദ്യോഗാർത്ഥിയായിരുന്നു ഞാൻ. എൻ്റെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജിയിൽ ഉണ്ടായിരുന്നത് ഒന്ന്, യൂട്യൂബ് നോക്കിയിട്ട് നമ്മൾ കുറേ വീഡിയോസ് കാണുമായിരുന്നു. ഏണസ്റ്റ് അക്കാദമിയുടെ വീഡിയോസ് നല്ല രീതിയിൽ എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും അത് കുറച്ചുകൂടി ഡീപ്പായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോഴും ആൾക്കാർക്ക് കുറച്ചുകൂടി റെക്കമെൻഡ് ചെയ്യുന്നത് ഏണസ്റ്റിൻ്റെ വീഡിയോസ് തന്നെയാണ്. ഹായ്, എൻ്റെ പേര് ആകാശ് കരുൺ. കഴിഞ്ഞ ദിവസം കേരള PSC പബ്ലിഷ് ചെയ്ത സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ എക്സാമിന് ഫസ്റ്റ് റാങ്ക് ലഭിച്ച ഉദ്യോഗാർത്ഥിയായിരുന്നു ഞാൻ. എൻ്റെ സ്വദേശം കണ്ണൂർ തലശ്ശേരിയാണ്. ഞാൻ പഠിച്ചത് കണ്ണൂർ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിൽ കമ്പ്യൂട്ടർ സയൻസിലായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്. എൻ്റെ ആദ്യത്തെ PSC എക്സാം ആയിരുന്നു ഇത്. 6 പോസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് കേരള PSC നടത്തിയ ഒറ്റ എക്സാമായിരുന്നു ഈ ഒരു എക്സാം. ഇതിൽ പ്രോഗ്രാമർ പോസ്റ്റിലേക്കും പിന്നെ സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ ഇതുപോലെയുള്ള പോസ്റ്റുകൾക്കായിരുന്നു ഈ എക്സാം നടത്തിയത്. ടെക്നിക്കലായിട്ടുള്ള പോസ്റ്റുകൾക്കായിരുന്നു. ഇതിലിപ്പോൾ ഞാൻ കറൻ്റ്ലി APJ അബ്ദുൽ കലാം ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയിൽ പ്രോഗ്രാമറായിട്ട് വർക്ക് ചെയ്യുകയാണ്. ഞാൻ IT ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. എനിക്ക് 5 കൊല്ലത്തെ എക്സ്പീരിയൻസ് ഉണ്ട് IT ഇൻഡസ്ട്രിയിൽ. ഡെവലപ്പർ തന്നെയായിരുന്നു ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഒരു മാറ്റത്തിന് വേണ്ടിയിട്ടാണ് ഗവൺമെൻറ് ജോലിക്ക് മാറാമെന്നുള്ളൊരു ഇതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതിൽ അപ്ലൈ ചെയ്തത്. മെയിനായിട്ടുള്ള എനിക്കൊരു വെല്ലുവിളി ഉണ്ടായിരുന്നത്, ഈ എക്സാം പഠിക്കുന്ന സമയത്ത് തന്നെ ഞാൻ പ്രൈവറ്റിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ടൈം മാനേജ്മെൻറ്റ് എനിക്കൊരു വെല്ലുവിളിയായിരുന്നു. ഇതെങ്ങനെയാണ് ഓവർകം ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് കൂടുതൽ ഞാൻ ഇതിനു വേണ്ടി ടൈം മാറ്റി വെക്കുന്നൊരു ഡ്യൂട്ടി ടൈം കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ടൈം ഇതിനു വേണ്ടിയിട്ട് വിനിയോഗിക്കുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. എൻ്റെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജിയിൽ ഉണ്ടായിരുന്നത് ഒന്ന്, യൂട്യൂബ് നോക്കിയിട്ട് നമ്മൾ കുറേ വീഡിയോസ് കാണുമായിരുന്നു. ആദ്യം സ്റ്റാർട്ട് ചെയ്തത് ഇത് കുറച്ച് കാലമായിരുന്നു, ഒരു 5 കൊല്ലമായിട്ട് കോളേജിലൊന്നും പോകാത്തതുകൊണ്ട്, കോളേജിലെ ആ ഒരു സ്ട്രീമുമായിട്ട് നമ്മൾ ബന്ധമില്ലാത്തതുകൊണ്ട് നമ്മൾ ചെയ്തത് ആദ്യം യൂട്യൂബ് നോക്കിയിട്ട് പഠിക്കാനായിരുന്നു സ്റ്റാർട്ട് ചെയ്തത്. യൂട്യൂബിൽ പഠിച്ച് സ്റ്റാർട്ട് ചെയ്തപ്പോൾ കുറച്ചൊക്കെ നമുക്ക് ഇതിലൊരു കോൺഫിഡൻസ് വന്നു തുടങ്ങി. പിന്നെ ബാക്കിയുള്ള എക്സാമുകൾ അറ്റൻഡ് ചെയ്യാൻ തുടങ്ങി. ഇതിൽ ഒന്ന്, ബിഗ് ലേണിങ്ങിൻ്റെ എക്സാമിൻ്റെ ഒരു സീരീസ് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലും എക്സാമൊക്കെ എഴുതിയിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. യൂട്യൂബിൽ ഞാൻ വീഡിയോസ് ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെയും പിന്നെ അതുപോലെ തന്നെ ഗേറ്റ് ഇതുപോലുള്ള കോച്ചിങ്ങുകൾക്കും വേണ്ടിയിട്ടുള്ള വീഡിയോസ് കാണാറുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ ഏണസ്റ്റ് അക്കാദമിയുടെ വീഡിയോസും കാണാറുണ്ടായിരുന്നു. ഏണസ്റ്റ് അക്കാദമിയുടെ വീഡിയോസ് നല്ല രീതിയിൽ എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും അത് കുറച്ചുകൂടി ഡീപ്പായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. ഏണസ്റ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഞാൻ ബാക്കിയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും ഇതേപോലെ തന്നെ കോച്ചിങ് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായത് വെച്ചിട്ട് ഏണസ്റ്റ് കുറച്ചുകൂടി പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങളാണ് അതിൽ ഇതുണ്ടായിരുന്നത്. തിയറിനേക്കാളും കൂടുതൽ കുറച്ചുകൂടി നമ്മുടെ പ്രോഗ്രാമാറ്റിക്കലി പിന്നെ പ്രോബ്ലം സോൾവിങ് ഇതുപോലെയുള്ള കാര്യങ്ങളിൽ അതിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തത് ഏണസ്റ്റ് ആയിരുന്നു എന്നാണ് എനിക്ക് മനസ്സിലായത്. ഞാനിപ്പോഴും ആൾക്കാർക്ക് കുറച്ചുകൂടി റെക്കമെൻഡ് ചെയ്യുന്നത് ഏണസ്റ്റിൻ്റെ വീഡിയോസ് തന്നെയാണ്. ഏണസ്റ്റ് ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങൾക്ക് നമുക്ക് ഇപ്പോൾ ഉള്ളൊരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ടെക്നിക്കലായിട്ടുള്ള എക്സാമുകൾ നടത്തുമ്പോൾ ടെക്നിക്കലായിട്ടുള്ള 100% ടെക്നിക്കൽ ക്വസ്റ്റ്യൻസ് മാത്രമേ ചോദിക്കാറുള്ളൂ. അപ്പോൾ അതിൽ നമ്മൾ പരമാവധി ഡീപ്പായിട്ട് പഠിക്കുക എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത്. ബാക്കിയുള്ള PSC എക്സാമുകൾ പോലെയുള്ള ടെക്നിക്കൽ എക്സാംസ് കുറച്ചും കൂടി നമ്മൾ ടെക്നിക്കൽ കാര്യങ്ങൾ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി. പുതുതായിട്ടിപ്പം എഞ്ചിനീയറിംഗ് കോളേജുകളിൽ DTയിൽ കീഴിൽ പ്രോഗ്രാമേഴ്സിനെ വിളിച്ചിട്ടുണ്ട് കേരള PSC. അതുപോലെ തന്നെ എൻ്റെ അറിവിൽ യൂണിവേഴ്സിറ്റീൻ്റെ കീഴിലും പുതുതായിട്ട് സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ പോസ്റ്റിലും വിളിച്ചിട്ടുണ്ട്. ഇതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് എൻ്റെ ഒരു അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഞാൻ പറയുന്നത്, ഞാനെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, യൂട്യൂബ് നോക്കിയിട്ട് ആദ്യം ഞാൻ കുറേ നോട്ട്സുകൾ പ്രിപ്പയർ ചെയ്തു. ഈ നോട്ട്സുകൾ ഞാൻ ആദ്യം ഒന്ന് മനസ്സിലാക്കി, അതിൻ്റെ എങ്ങനെയാണ് നമ്മുടെ കമ്പ്യൂട്ടർ സയൻസിൽ അത് കുറച്ചുകൂടി പ്രാക്ടിക്കലായിട്ടുള്ള രീതിയിലാണ് നോക്കിയത്. കാരണം സോഫ്റ്റ്വെയർ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്തുകൊണ്ട് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗിൽ എങ്ങനെയാണ് പ്രോസസ്സ് എന്നൊക്കെ കുറച്ചൊക്കെ അതിൻ്റെ പ്രാക്ടിക്കലായിട്ടുള്ള വശങ്ങളും കൂടി കൺസിഡർ ചെയ്തിട്ട് ഞാൻ പഠിക്കാൻ നോക്കി. ഇതിൽ പിന്നെ ഞാൻ ചെയ്തത് ഈ നോട്ടുകൾ കൺസോൾട്ടേറ്റ് ചെയ്യുമായിരുന്നു. നോട്ടുകൾ കൺസോൾട്ടേറ്റ് ചെയ്തിട്ട് ചെറിയ ചെറിയ നോട്ടുകളാക്കി മാറ്റി. ഇത് ദിവസവും ഒന്ന് എടുത്ത് റിവൈസ് ചെയ്ത് നോക്കാറുണ്ടായിരുന്നു. അത് ഓരോ ദിവസവും സമയം കിട്ടുന്നതിനനുസരിച്ചിട്ട് പുതിയ പഠിക്കുന്നതിനൊപ്പം തന്നെ ഇത് പഴയത് റിവൈസ് ചെയ്ത് നോക്കാനും ഞാൻ ശ്രമിക്കാറുണ്ടായിരുന്നു. പഴയ നോട്ടുകൾ നോക്കി കൂടുതൽ സമയം കുറച്ച് നമുക്ക് കുറച്ചും കൂടി രീതിയിൽ പ്രിപ്പയർ ചെയ്യാൻ പറ്റി. അപ്പോൾ അതുകൊണ്ട് ഇത് മറന്നു പോകാതെ നമുക്ക് കുറച്ചുകൂടി പഠിക്കാൻ പറ്റി. പിന്നെ ചെയ്തത്, ഞാൻ കുറച്ചുകൂടി UGC ഇതുപോലെ തന്നെ UGC നെറ്റിൻ്റെയും പിന്നെ ഗേറ്റിൻ്റെയും കോച്ചിങ്ങുകൾ യൂട്യൂബ് നോക്കിയിട്ട് ജസ്റ്റ് അതിലെന്തൊക്കെയാണ് എക്സ്ട്രാ വരുന്നത്,
കാരണം സിലബസ് കേരള PSC തന്നു കഴിഞ്ഞാലും അതിനെ പുറത്തും ക്വസ്റ്റ്യൻസ് ചോദിക്കേണ്ട സാധ്യതയുണ്ട്. അത് നമ്മുടെ സിലബസ് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഒരു സാധ്യതയും കൂടി ഉണ്ട്. പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും അതൊക്കെ ആണ് കൂടുതൽ നോക്കിയത്. ഇതായിരുന്നു എൻ്റെ ഒരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജി. നമ്മൾ കേരള PSCക്ക് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് കൂടുതൽ സമയം പഠിക്കുന്നതിനേക്കാളും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്ത് കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുക എന്നുള്ളതാണ്. ഇതിൽ നമ്മൾ കണക്ട് ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായി വെച്ചിട്ടൊരു മെത്തേഡ് എന്ന് പറയുന്നത്. നമ്മൾ ഡാറ്റാബേസ് പഠിക്കുവാണെങ്കിൽ തന്നെ അത് ചിലപ്പം ബാക്കിയുള്ള കാര്യങ്ങളായിട്ട് ഡിപ്പെൻഡ് ആയിട്ടുണ്ടാവും, OS ആയിട്ട് ഡിപ്പെൻഡ് ആയിട്ടുണ്ടാവും. ഇങ്ങനെ ഡിപ്പെൻഡ് ചെയ്ത് പോകുന്ന കാര്യങ്ങൾ കുറേ കാര്യങ്ങൾ കമ്പ്യൂട്ടർ സയൻസിൻ്റെ കേസിലുണ്ട്. അപ്പം അങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായ ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ടൈം മാനേജ്മെന്റ് കൃത്യമായിട്ട് കീപ്പ് ചെയ്യാൻ പറ്റണം. അതായത് നമ്മൾ വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ തന്നെ ഇത് ഇത്ര സമയം വർക്ക് ചെയ്യുകയാണെങ്കിൽ തന്നെ നമ്മൾ ടൈം മാറ്റി വെച്ചിട്ട് രാവിലെ 7 മണിക്ക് എണീക്കുന്ന ആളാണെങ്കിൽ തന്നെ ഒരു 3 മണിക്കൂർ അതിനുവേണ്ടി മാറ്റി വെച്ചിട്ട് ബാക്കി പിന്നെ വൈകുന്നേരം ഡ്യൂട്ടി കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു ടൈം വർക്ക് ചെയ്യാൻ പഠിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു അറിവ് വെച്ചിട്ട് പറയുന്നത്. പിന്നെ മെയിനായിട്ട് ചെയ്യേണ്ടത് റിവിഷൻ വേണ്ട ഒരു പ്രോസസ്സാണ്. റിവിഷൻ നമ്മൾ ചെയ്യുന്നത് നോട്ട്സ് പ്രിപ്പയർ ചെയ്തിട്ട് റിവിഷൻ ചെയ്യുന്നതാണെങ്കിൽ അത് ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അത് പരമാവധി നമ്മൾ ചുരുക്കി ആദ്യം നമ്മൾ നോട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ വളരെ ഡീപ്പായിട്ട് എഴുതുകയും പിന്നെ നമുക്ക് ഇത് മനസ്സിലാവുന്ന വെച്ചിട്ട് നമ്മൾ ചുരുക്കി എഴുതുക. ഈ ചുരുക്കി എഴുതുന്നത് നമ്മൾ പിന്നെ വായിക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ ആദ്യം എഴുതിയ അതേ തന്നെ നമ്മുടെ മനസ്സിൽ അത് തെളിഞ്ഞു വരും. അങ്ങനെ ഒരു രീതിയിൽ നമ്മൾ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി നമുക്ക് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും. പിന്നെ മൂന്നാമതൊരു നോട്ട് ചെയ്യുന്ന സമയത്ത് ഇതിനേക്കാളും ചുരുക്കിയിട്ട് പിന്നെ മാറ്റി എഴുതുക. നമുക്ക് മനസ്സിലാത്ത കാര്യങ്ങൾ മാത്രം മാറ്റി എഴുതുക. ഇതായിരുന്നു ഒരു മെത്തേഡായിട്ട് ഞാൻ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നത്. ഇതിൽ റിവിഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ നമ്മൾ എക്സാംസുകൾ നമ്മൾ PSCൻ്റെ കേസിൽ നെഗറ്റീവ് മാർക്കുകളും ഉണ്ട്. നെഗറ്റീവ് മാർക്ക് വരുന്നത് 0.33, അതായത് 1/3 മാർക്ക് നെഗറ്റീവായിട്ട് പോകും. 1/3 ഈ ഒരു നെഗറ്റീവ് മാർക്ക് നമ്മൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പരമാവധി നമ്മൾ ടെസ്റ്റ് സീരീസുകൾ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത് നല്ലൊരു മെത്തേഡാണ്. നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ അതേ ഇതിൽ പഠിക്കുന്ന കുറേ ആൾക്കാരുണ്ടാവും. അപ്പം നമ്മൾ ചെയ്യേണ്ടത് അവരെ ഒപ്പം നമ്മൾ എക്സാംസ് എഴുതുന്ന സമയത്ത് നമുക്ക് കൂടുതൽ മനസ്സിലാക്കാൻ പറ്റും. ഇതിൽ നമുക്ക് നെഗറ്റീവ് മാർക്കുകൾ പരമാവധി ഒഴിവാക്കാൻ പറ്റും. കറക്കി കുത്തുന്നത് നമുക്ക് പരമാവധി കറക്കി കുത്തൽ ചെയ്യാൻ പറ്റും. പക്ഷേ അത് കൂടുതൽ നമ്മൾ ഒരു കറക്റ്റാണെന്ന് തോന്നുന്ന മാത്രം ചെയ്യുന്നതാണ് നമുക്ക് നല്ലൊരു മെത്തേഡ് എന്ന് പറയുന്നത്. കാരണം നെഗറ്റീവ് മാർക്ക് വന്നു കഴിഞ്ഞാൽ ഇതിൽ നല്ല രീതിയിൽ നമുക്ക് ലോസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്, നമ്മുടെ മാർക്ക് കുറയേണ്ട ഒരു സാധ്യതയുണ്ട്. ഞാനൊരു 4 മാസമാണ് ഇതിനു വേണ്ടിയിട്ട് പ്രിപ്പറേഷന് വേണ്ടിയിട്ട് എടുത്തത്. ആ പ്രിപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് കൂടുതൽ സമയം ഇതിനായിട്ട് തന്നെ ഞാൻ പുറത്തു പോകുന്നത് കുറച്ചിട്ടുണ്ടായിരുന്നു. കൂടുതൽ ബാക്കിയുള്ള കാര്യങ്ങൾ കുറേ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. നമ്മുടെ ടൈം മാനേജ്മെന്റ് ചെയ്തിട്ട് അങ്ങനെയാണ് പോകാൻ പറ്റുക. നിങ്ങളെല്ലാവരും ഇതിനു വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആളാണെങ്കിൽ കൂടുതൽ ഇങ്ങനെ നിങ്ങളുടെ രീതിയിൽ ശ്രമിക്കുക. കൂടുതൽ ഇതുപോലെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ടെക്നിക്കലായിട്ടുള്ള എക്സാമുകൾ എഴുതുന്നവർക്കും ബാക്കി PSC എക്സാമുകൾ എഴുതുന്നവർക്കും എൻ്റെ എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. താങ്ക് യു.